ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം, സ്വയംവരം, ധനലക്ഷ്മി, സരസ്വതി യന്ത്രം, ത്രിപുരസുന്ദരി, ബാണേശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്ത് നൽകുന്നതാണ്. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. 2026 നക്ഷത്രഫലമാണ് പറയുന്നത്. അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ് വ്യക്തമാക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പൂർണ്ണമായും ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തയ്യാറാകുന്നത് അഭൂതപൂർവമായ വളർച്ചയ്ക്ക് വഴിയൊരുക്കും. ബന്ധുവിൻ്റെ ആവശ്യങ്ങൾ പരിഗണിക്കേണ്ടതായി വരും. ആത്മവിശ്വാസം, കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം തുടങ്ങിയവ പുതിയ സ്ഥാനമാനങ്ങൾക്ക് വഴിയൊരുക്കും. സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തും. പ്രാചീന സംസ്കാരവും ആധുനിക സംവിധാനവും സമന്വയിപ്പിച്ച് കർമ്മ മേഖലകൾക്ക് രൂപകൽപ്പന ചെയ്യും. വ്യക്തി വിദ്വേഷം ഒഴിവാക്കി സ്ഥാപിത താൽപ്പര്യം മാനിച്ച് പ്രവർത്തിക്കുന്നത് ബൃഹത് സംരംഭങ്ങൾ തുടങ്ങുന്നതിന് പ്രചോദനമാകും. മേന്മയുള്ള തൊഴിൽ കണ്ടെത്തും. വിവാദ വിഷയങ്ങളിൽ നിന്ന് പിന്മാറും. രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിക്കും. നിയമകുരുക്കുകളിൽ നിന്ന് മോചനമുണ്ടാകും. ഒരേ മേഖലയിലുള്ള വ്യക്തിയെ തന്നെ ജീവിത പങ്കാളിയാക്കും. സമ്മർദ്ദത്താൽ സന്താനം ആശിച്ച വാഹനം സ്വന്തമാക്കും. പ്രണയ വിവാഹത്തിനുള്ള ആവേശം കുറയും. പ്രയാസപ്പെട്ട് ലഭിച്ച ഭവന വായ്പ പാഴാക്കരുത്. ഔദ്യോഗികമായ വിഷമതകൾ മാറ്റിയെടുക്കുന്നതിന് അഭ്യുദയകാംക്ഷികൾ സഹായിക്കും. മഹത് വ്യക്തികളുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നത് ആശ്വാസത്തിനും ആത്മാഭിമാനത്തിനും സൽകീർത്തിക്കും വഴിയൊരുക്കും. ആപൽഘട്ടങ്ങളിൽ നിന്ന് ബന്ധുക്കളെ രക്ഷിക്കേണ്ടതായി വരും. അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. സംഭവ ബഹുലമായ വിഷയങ്ങൾ തന്മയത്വത്തോടു കൂടി അഭിമുഖീകരിക്കാൻ ഇടവരും. പ്രായോഗിക വിജ്ഞാനം പ്രവർത്തന പുരോഗതിക്ക് വഴിയൊരുക്കും. നിലവിലുള്ള വാഹനത്തിന് പുറമെ മറ്റൊരു വാഹനം കൂടി വാങ്ങാനുള്ള ഭാഗ്യമുണ്ടാകും. ധർമ്മപ്രവൃത്തികൾക്കും പുണ്യപ്രവൃത്തികൾക്കുമായി സർവാത്മന സഹകരിക്കും. വിദേശത്ത് സ്ഥിരതാമസമാക്കുവാനുള്ള അനുമതി ലഭിക്കും. നിക്ഷേപമെന്ന നിലയിൽ ഭൂമിയോ ഗൃഹമോ വാങ്ങും. പാർശ്വഫലങ്ങളുള്ള ഔഷധം ഉപേക്ഷിക്കും. യാഥാർത്ഥ്യം മനസ്സിലാക്കിയ സഹോദരങ്ങൾ ലോഹ്യം കൂടുവാൻ വന്നുചേരും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റമുണ്ടാകും. തൊഴിൽ രംഗത്ത് മേന്മ. അന്യദേശത്ത് നിന്ന് ശുഭവാർത്തയുണ്ടാകും. വ്യാപാര സംരംഭങ്ങൾക്ക് ധനസഹായം ലഭിക്കും. ശത്രുപീഡ കുറയും. സന്താനത്തിന് അന്യദേശത്ത് പ്രമോഷൻ, വാഹനമേന്മ. പൊതുരംഗത്ത് വഴിത്തിരിവ്. അധികാര കേന്ദ്രങ്ങളിൽ തിരികെ വരുന്നതിന് ചരടുവലി നടത്തും. നിർമ്മാണ മേഖലയിൽ നേട്ടമുണ്ടാകും. കലാരംഗത്ത് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കും. ജനുവരി മാസത്തിൽ വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടത് ആവശ്യമായി വരും. ഉന്നതരായ വ്യക്തികളുമായി കൂടിച്ചേരാൻ അവസരമുണ്ടാകും. മനസ്സ് സന്തോഷമായിരിക്കും. ഭൂമിയിൽ നിന്നും വാഹനത്തിൽ നിന്നും വരുമാനം വർദ്ധിക്കും. പൊതുവെ സാമ്പത്തിക നില ഭദ്രമായിരിക്കും. പരുക്കൻ ഭാഷ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫെബ്രുവരി മാസമാകുമ്പോഴേക്കും പല കാര്യങ്ങളിലും പുരോഗതി കുറഞ്ഞു വരും. യാത്രകൾ കൊണ്ട് ഫലം ലഭിക്കുകയില്ല. മാതൃസമ്പത്തിനെ ചൊല്ലി അമ്മാവനുമായിട്ട് തർക്കങ്ങളുണ്ടാകും. കുടുംബത്തോടൊപ്പം ദൂരയാത്രകൾ ചെയ്യേണ്ടി വരും. പകർച്ചവ്യാധികൾ പിടിപെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ താൽക്കാലികമായി പരിഹരിക്കപ്പെടും. മാർച്ച് മാസമാകുമ്പോൾ ഏജൻസി ഏർപ്പാടുകളിൽ നിന്ന് വരുമാനം വർദ്ധിക്കും. പല കാര്യങ്ങളിലും ധീരമായ തീരുമാനം കൈക്കൊള്ളും. ശത്രുക്കളെ നിഷ്പ്രയാസം അകറ്റുന്നതാണ്. സർക്കാരിലേക്ക് അയക്കുന്ന നിവേദനങ്ങളും ഹർജികളും മാനിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ പ്രസാധകന്മാർക്കും ഗ്രന്ഥകാരന്മാർക്കും പേരും പെരുമയും വർദ്ധിക്കും. പരീക്ഷകളിൽ പ്രതീക്ഷിച്ചത്ര വിജയം ഉണ്ടാവുകയില്ല. മെയ് മാസമാകുമ്പോഴേക്കും സുഹൃത്തുക്കളുമായി വിനോദയാത്രകൾ നടത്തും. ശരീരം ക്ഷീണിക്കും. സഹപ്രവർത്തകരുമായി അഭിപ്രായ ഭിന്നതയുണ്ടാക്കും.
അതുപോലെ തന്നെ വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്നോ മറ്റേതെങ്കിലും വിധത്തിലോ ധനം ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ വിവാഹകാര്യം തീരുമാനത്തിലാകും. ജൂൺ മാസമാകുമ്പോഴേക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കുകയില്ല. പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും. പ്രതിസന്ധികളെ അനായാസം നേരിടും. വ്യക്തിത്വം മാനിക്കപ്പെടുകയും വാക്കിന് പരിഗണന ലഭിക്കുകയും ചെയ്യും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനമാനാദികൾ ലഭിക്കും. പ്രേമവിവാഹങ്ങൾ നടക്കാനിടയുണ്ട്. വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സാധിക്കും. IT ടെക്നിക്കൽ മേഖലയിലുള്ളവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. ജൂലൈ മാസമാകുമ്പോൾ അഭിപ്രായ പ്രകടനങ്ങളും നിശിത വിമർശനവും കൊണ്ട് ശത്രുക്കളെ വേണ്ടുവോളം സൃഷ്ടിക്കുന്ന കാലമാണ്. തൊഴിൽ മാറ്റത്തിന് സാധ്യതയുണ്ട്. കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരാൻ ശ്രമിക്കും. സാമൂഹിക കാര്യങ്ങളിൽ ഏർപ്പെട്ട് ചെറു യാത്രകൾ ചെയ്യേണ്ട സാഹചര്യമുണ്ടാകും. പിതൃസ്വത്ത് അനുഭവ യോഗ്യമാകും. ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്കും കർമ്മരംഗത്ത് പുതിയ മാറ്റങ്ങൾ വരും. പുതിയ വീടോ പറമ്പോ വാങ്ങാനിടയുണ്ട്. വിഷമഘട്ടങ്ങളെ വളരെ ലാഘവത്തോടെ തരണം ചെയ്യുന്നത് കാണാം. പഴയ ബാധ്യതകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും. പുതിയ ചില സുഹൃത് ബന്ധങ്ങൾ സ്ഥാപിച്ചെടുക്കും. പക്ഷേ വിഷബാധയെ തുടർന്ന് ആശുപത്രിവാസത്തിന് യോഗം കാണുന്നു. സെപ്റ്റംബർ മാസമാകുമ്പോഴേക്കും ദേഹാരിഷ്ടതകൾ കൂടി വരും. സ്വസ്ഥത കുറയും. ശ്രേയസ്, യശസ് എന്നിവയുണ്ടാകുമെങ്കിലും സ്വജനങ്ങളിൽ നിന്ന് അനുകൂലം കുറയുന്നതായിരിക്കും. പ്രവൃത്തിയിൽ പുരോഗതി ഉണ്ടാകുന്നതാണ്. നിയമജ്ഞർ, അതുപോലെ തന്നെ ജ്യോത്സ്യന്മാർ, പുരോഹിതർ എന്നിവർക്ക് വരുമാനവും പ്രശസ്തിയും വർദ്ധിക്കും. ഒക്ടോബർ മാസമാകുമ്പോഴേക്കും മന്ദീഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗ്യം പ്രകാശിച്ചു വരുന്നതായി തോന്നും. ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും വളരെ സ്നേഹത്തോടെ പെരുമാറുന്നതാണ്. സന്താനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ധനവും സമയവും നഷ്ടപ്പെടും. പക്ഷേ കാര്യം പൂർണ്ണമായി നടക്കുകയില്ല. കാലഹരണപ്പെട്ട കേസുകളിൽ വിധി നിർണയിക്കപ്പെടും. അതുപോലെ തന്നെ നവംബർ മാസമാകുമ്പോഴേക്കും മാനസിക സംഘർഷം വർദ്ധിക്കും. സമാധാനത്തോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. മാതൃബന്ധുക്കളുടെ സഹായം ലഭ്യമാകും. വിവാഹ കാര്യങ്ങളിൽ പിതാവുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. പല കാര്യങ്ങളിലും വേണ്ടത്ര ശ്രദ്ധിക്കാൻ സാധിക്കുകയില്ല. ജോലിസ്ഥലത്ത് ശത്രുക്കളെ സൃഷ്ടിക്കും. ഡിസംബർ മാസമാകുമ്പോൾ ഔദ്യോഗിക ഉന്നതി ഉണ്ടാകും. അംഗീകാരം ഇവ ലഭിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കും. ഭൗതിക സുഖങ്ങളെ വിസ്മരിക്കും. ഉദ്യോഗസ്ഥന്മാർക്ക് സ്ഥലം മാറ്റം സംഭവിക്കും. നേത്രാരോഗങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഒന്നുകൂടി ആത്മനിയന്ത്രണം പാലിക്കേണ്ടതാണ്. രക്തസമ്മർദ്ദം, പ്രമേഹം എന്നിവയുള്ള രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്ന മിക്കവരും പ്രശസ്തിയും അംഗീകാരവും നേടുകയും ഉയർന്ന പദവിയിലെത്തുകയും ചെയ്യുന്നു. കലാവാസന ഇവരുടെ പ്രത്യേകതയാണ്. അവിട്ടം നാളുകാർക്ക് സംഗീതവാസന കൂടുതലുണ്ടാവും. അവർ സംഗീതം പഠിക്കുകയും അത് പ്രയോഗിച്ച് അംഗീകാരവും ധനവും നേടിയെടുക്കുകയും ചെയ്യും. പ്രായോഗിക ബുദ്ധിയും കർമ്മകുശലതയും ഉത്സാഹവും അധ്വാന സമ്പത്തും അവിട്ടം നാളുകാർക്ക് ഉണ്ടാകും. എല്ലാ വിഷയത്തെപ്പറ്റിയും ഇവർ അറിവ് നേടും. കാര്യങ്ങൾ അന്യരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അസാധാരണമായ കഴിവ് പ്രകടിപ്പിക്കും. അന്യർക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും ഇവർ ചെയ്യുകയില്ല. സ്വജനങ്ങളോടും സ്വന്തം സമുദായത്തിൽപ്പെട്ടവരോടും ഒരു പ്രത്യേക താല്പര്യം ഇവർ പ്രകടിപ്പിക്കാറുണ്ട്. അധ്വാനശീലവും സ്വാശ്രയ ബുദ്ധിയും കൂടുതലായിരിക്കും. ശത്രുക്കളോട് ഇവർ ക്ഷമിക്കുകയില്ല. സന്ദർഭം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്ത് വൈരാഗ്യം തീർക്കും എന്നുള്ളതാണ്. ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കുകയില്ല. സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ തന്ത്രപൂർവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. ലക്ഷ്യം നേടുന്നതുവരെ അതിൽ നിന്ന് പിന്മാറുകയില്ല. അതിനുവേണ്ടി കഷ്ടപ്പാടുകൾ മടിയില്ലാതെ സഹിക്കും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധക്കുറവ് കാണിക്കും. പക്ഷേ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഭ്രാന്തരാവുകയും ചെയ്യും. 20 വയസ്സിന് മുൻപായി വിദ്യാഭ്യാസത്തിന് മാന്ദ്യമോ തടസ്സമോ ഉണ്ടാകാം. പക്ഷേ തുടർന്ന് വിദ്യാഭ്യാസം ചെയ്യും. 23 വയസ്സുവരെ വിദ്യാഭ്യാസവും തുടർന്ന് മെച്ചമായ ജോലിയും ഉണ്ടാകും. 30 വയസ്സിനോടടുത്തായിരിക്കും വിവാഹം. സന്താന ഗുണം, ബന്ധുഗുണം തുടങ്ങിയവ അനുഭവത്തിൽ വരും. 36 വയസ്സ് മുതൽ 55 വയസ്സുവരെയുള്ള കാലത്ത് ഭൂസ്വത്ത് ലഭിക്കുക, പുതിയ വീടുണ്ടാവുക, വാഹനം വാങ്ങുക തുടങ്ങിയവയ്ക്ക് യോഗമുണ്ട്. പക്ഷേ 40 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് ഗൗരവമായ രോഗപീഠകൾ ഉണ്ടാകുന്നതാണ്. വാതസംബന്ധവും ഹൃദയ സംബന്ധവുമായ അസുഖങ്ങൾക്ക് കൂടുതൽ സാധ്യത കാണുന്നു. 55 വയസ്സിനു ശേഷം സാമ്പത്തിക സ്ഥിതി വലിയ മാറ്റമില്ലാതെ തുടരും. മനസ്വസ്ഥത കുറഞ്ഞിരിക്കും. ആകുല ചിന്തകൾ കൂടും. 72 വയസ്സിനു ശേഷം ആരോഗ്യം കൂടുതൽ മോശമാകും. അതുപോലെ തന്നെ അപകടങ്ങൾ, മുറിവ്, ചതവുകൾ തുടങ്ങിയവ സംഭവിക്കാൻ ഈ കാലത്ത് സൂചനയുണ്ട്.
ധനമോഹം കൂടിയിരിക്കും. എപ്പോഴും ധനാഭിവൃദ്ധിക്കായി ശ്രമിച്ചുകൊണ്ടിരിക്കും. മാനുഷിക ബന്ധങ്ങളെക്കാൾ പണത്തിന് മുൻഗണന കൊടുക്കുന്ന സ്വഭാവം അവിട്ടം നാളുകാർക്കുണ്ടാകും. പൂർവിക സ്വത്ത് സ്വന്തമാക്കും. സ്വന്തം പരിശ്രമം കൊണ്ട് അത് വർദ്ധിപ്പിക്കും. സുഹൃത്തുക്കളെ അമിതമായി വിശ്വസിക്കുക മൂലം പലപ്പോഴും ധനനഷ്ടത്തിനിടയാകും. വിവാഹത്തിന് കാലതാമസം വരും. അവിവാഹിതരായി ജീവിച്ചു എന്നും വരാം. ജീവിത പങ്കാളിയിൽ നിന്ന് ആശ്വാസവും സന്തോഷവും ലഭിക്കും. സ്വന്തം തീരുമാനങ്ങൾ പരിഷ്കരിക്കുന്ന കാര്യത്തിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ച് ഉപയോഗപ്പെടുത്തും. തീർച്ചയായും എല്ലാവിധ സന്തോഷങ്ങളും അവിട്ടം നാളുകാർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.